ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എമ്പുരാൻ സിനിമയിലെ കത്രിക വയ്ക്കാൻ പോകുന്നു, അതായത് സെൻസർ ബോർഡ് അതിൻ്റെ ഏകദേശം 17ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്യുകയോ മ്യൂട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ പ്രധാന വില്ലനായിട്ടുള്ള ആളുടെ പേരൊക്കെ മാറ്റുകയോ മ്യൂട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞൊരു കാര്യമാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എമ്പുരാൻ സിനിമ കാണാൻ പോയപ്പം എന്തായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയ കാര്യം എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന തലത്തിൽ മാത്രമല്ല ഈ ഒരു സിനിമയെ ഒരൊറ്റ ആദ്യത്തെ ഫസ്റ്റ് സിനിമ പോലെ ആയി തന്നെ കാണാൻ പറ്റുന്ന മറ്റൊരു സിനിമ പോലെ ആയി തന്നെ കാണാൻ പറ്റുമെന്ന് ഇവൻ്റെ ടീംസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്നിരുന്നാൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ പോർഷൻ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈപ്പിലേക്ക് പറഞ്ഞെത്തിച്ചത് നമ്മുടെ ലാലേട്ടനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇത്രയധികം ഓളം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ്റെ അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന കഥാപാത്രം എത്തരത്തിലായിരിക്കും, ഇതാണ് എല്ലാവരും നോക്കി കണ്ടുകൊണ്ടിരുന്ന കാര്യം, ഞാൻ അടക്കമുള്ള ആൾക്കാർ. പക്ഷെ അവിടെ ചെന്ന സമയത്ത് സിനിമ കണ്ടതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടൻ കണക്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിച്ചിരുന്ന ആദ്യത്തെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്ന് അബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് ഉള്ളൊരു ചേഞ്ച് അല്ല എനിക്ക് ആ സിനിമയിൽ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ. എനിക്ക് ഫീൽ ചെയ്തത് പൃഥ്വിരാജിൻ്റെ പ്രതികാരം അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ വളർച്ച, പൃഥ്വിരാജ് ആരായിരുന്നു എന്ന് കാണിക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയ വെറും ഒരു ഈ പറയുന്ന പാലം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു പാലം മാത്രമാണ് ഈ പറയുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് എബ്രഹാം ഖുറേഷിയിലേക്കുള്ള ഒരു വളർച്ചയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത 3 മണിക്കൂറുള്ള ഫിലിമിൽ ഏകദേശം 3/4 മണിക്കൂർ മാത്രമാണ് ലാലേട്ടൻ വരുന്നതെന്ന് പറഞ്ഞത്. അതിലപ്പുറത്തേക്ക് ലാലേട്ടൻ ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ പ്രതീക്ഷിച്ചത്, സ്റ്റീഫൻ എന്ന് പറയുന്ന ഫസ്റ്റ് ലൂസിഫർ സിനിമയ്ക്കകത്ത് ഭയങ്കരമായിട്ട് അത്രയധികം എന്താ പറയുന്നത്, നമ്മളെയൊക്കെ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഓളം തല്ലിപ്പിക്കുന്ന തരത്തിലുള്ള കുറേയധികം ഡയലോഗ്സ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ്സ്, അത്തരത്തിലുള്ള പ്രസൻറ്റേഷൻസോ അങ്ങനെ ഡയലോഗ് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സീനുകളോ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ലാലേട്ടനിൽ ഉണ്ടായില്ല. ഇത് കുറേയധികം കാര്യങ്ങളാണ്. ഇതിലപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഓരോരുത്തർക്കും ഓരോ ഈ പറയുന്ന വ്യൂ പോയിൻ്റ് ആയിരിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അതിനകത്ത് പ്രിയദർശിനി അതായത് മഞ്ജു വാര്യയുടെ ക്യാരക്ടറായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്കറിയാം ലാസ്റ്റ് ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ ത്രിവർണ്ണ പതാകയുടെ കളർ കോമ്പിനേഷനിൽ വരുന്നൊരു സാരി ഉടുത്തിട്ട് വന്നിട്ട് സംസാരിക്കുന്ന ഒരു പോർഷനുണ്ട്. അത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് ഭാരതാംബയെ പോലെ തോന്നിപ്പോയി. അത് ഭയങ്കര ഒരു വല്ലാത്ത രീതിക്കാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ എനിക്കത് കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി ചിലപ്പം ഒരു സ്ത്രീയായി നിന്നുകൊണ്ട് ഒരു സ്ത്രീയുടെ വളർച്ച എന്ന് പറയുന്നൊരു സംഭവത്തിനെ നോക്കി കണ്ടതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നിപ്പോയി. എത്ര പേർക്ക് അങ്ങനെ തോന്നിയെന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം പണ്ടത്തതിൽ നിന്ന് ഭയങ്കര വിഭിന്നമാണ്. പണ്ട് കഥ പറഞ്ഞിരുന്ന രീതികളെ എല്ലാ രീതിക്കും അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിൽ നിന്ന് മനുഷ്യരുടെ ചിന്തകൾ മാറിപ്പോയി, ഈ പറയുന്ന കാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ മാറിപ്പോയി. അതല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയമായിട്ടുള്ള പശ്ചാത്തലങ്ങൾ, അതിൻ്റെ വളർച്ച ഒരുപാട് മുമ്പോട്ട് പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആൾക്കാരല്ല, അവരുടെ ആ ചിന്താഗതിയിലല്ല ഇന്നത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പോലും അതിന് ഈ പറയുന്ന പോസിറ്റീവ് വശം ഉള്ള കാര്യങ്ങൾ വന്നാൽ പോലും അതിൻ്റെ നെഗറ്റീവ് തുറന്ന് കണ്ടുപിടിക്കാൻ പോകുന്ന തരത്തിലേക്കുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ കൂടുതലും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഇഴകീറി പരിശോധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഇപ്പോൾ ആദ്യം കാണിച്ചിട്ടുള്ള ആ പറയുന്ന ട്രെയിനിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞത്, അതിനെക്കുറിച്ച് ഞാനും കുറേയൊക്കെ അന്വേഷിച്ച സമയത്ത് അല്ലെങ്കിൽ നോക്കിപ്പോയ സമയത്ത് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും 2 മതങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മുടെ ഇപ്പോഴത്തെ സമകാലിക പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, എന്ത് കാര്യത്തിനും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ പോലും കടന്നു കയറുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് അദ്ദേഹം തന്നെ പറയപ്പെടുന്ന സമയത്ത് ഇതുപോലൊരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അതിന് എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ചിന്തിക്കാനുള്ള കറക്റ്റായിട്ടുള്ള ബോധമുള്ള ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള കാര്യം ഒരു ഐഡിയയും കിട്ടാത്തൊരു കാര്യമാണ്. ഇതിനകത്ത് ഈ പ്രയോഗിക്കപ്പെട്ട കുറേയധികം കാര്യങ്ങൾ, അതിലപ്പുറത്തേക്ക് രാഷ്ട്രീയം കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ പ്രശ്നമായിട്ട് മാറുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഞാൻ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന കണക്ക് നമുക്കറിയാം, ഇപ്പം സംഘപരിവാർ അല്ലെങ്കിൽ BJP ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള രീതിക്ക് തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ
ജതിൻ രാംദാസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ എനിക്ക് ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ഷെയ്ഡായിട്ട് തന്നെയാണ് തോന്നിയത്. അങ്ങനെ കുറേ പേര് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDF എന്ന് പറയുന്ന ഒരു പാർട്ടി അതുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന കാര്യങ്ങൾ ലാസ്റ്റ് ലാലേട്ടൻ പറയുന്ന കുറേയധികം ഡയലോഗ്സ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് തിരക്കഥാകൃത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ്. അതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു പാർട്ടി പാരമ്പര്യമായി കൈമാറി വരുന്ന ഒരു കാര്യത്തിനെ കുറിച്ചും എത്ര കഴിവുള്ള അല്ലെങ്കിൽ ബ്രില്യൻസ് ഉള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ ഉണ്ടായാൽ പോലും ആ ഒരു പരമ്പരയിൽപ്പെട്ട വലിയ നിറമുള്ള അതിൽപ്പെട്ട ആൾക്കാരെ മാത്രം കൊണ്ട് നടക്കുന്ന ഇങ്ങനെ ഒരു തരത്തിൽ സത്യത്തിൽ അതിൽ മാറേണ്ട കുറേയധികം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ക്രിറ്റിസിസവും അതിനകത്ത് നടക്കുന്നുണ്ട്. അതായത് ആ പാർട്ടിയും കൃത്യമായിട്ട് കൊട്ടുന്നുണ്ടോ എന്നൊരു സംഭവം. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് കേരള പശ്ചാത്തലത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ചെക്ക് ഡാം, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യം കൃത്യമായിട്ട് 999 വർഷത്തിൻ്റെ കാര്യങ്ങളടക്കം കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇടത് പക്ഷത്തെ പറയാനുള്ള രീതിക്കെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കൊടുത്തതാണ്. അതിലൊരെണ്ണത്തിന് കൂടുതൽ കൊടുത്തു എന്നുള്ളൊരു സംഭവമാണ്. അതിലപ്പുറത്തേക്ക് ഇതിലെ മതത്തിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിലായാലും നമ്മൾ മതം എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൈപ്പൊള്ളിക്കുന്നൊരു കാര്യമാണ്. അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, അതിനെ പ്രയോഗിക്കുന്ന സമയത്ത് ആർക്കും ഒരു വേദനയും ഉണ്ടാകാത്ത തരത്തിൽ തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏത് പക്ഷത്തിന് നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാലും മറ്റൊരു പക്ഷത്തിനെ കൃത്യമായിട്ട് കീറി മുറിക്കുന്ന തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മറ്റൊരു ലെവലിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയ ചില കാര്യങ്ങളെന്ന് പറയുന്നത്, എന്തിനാണ് നമ്മുടെ നാട്ടിൽ സെൻസർ ബോർഡ് എന്ന് പറയുന്നൊരു കാര്യം ഇരിക്കുന്നത്? ഞാൻ തിരക്കിയെടുത്തോളം അന്വേഷിച്ചെടുത്തോളം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയ സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഫീച്ചർ ഫിലിംസ് ആയാലും ഈ പറയുന്ന ഷോർട്ട് ഫിലിംസ് ആയാലും അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പലതരത്തിലുള്ള ഇതുപോലെ നമ്മുടെ തിയേറ്ററിൽ കാണിക്കുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ ആണെങ്കിലും ഇത്തരത്തിലുള്ള എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ആണെങ്കിൽ പോലും, സിനിമയുടെ ഈ പറയുന്ന ട്രെയിലർ ആയാൽ പോലും നമ്മുടെ ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന തരത്തിൽ സ്യൂട്ടബിൾ ആണോ, അതിൻ്റെ ഈ പറയുന്ന സ്ക്രീൻ സ്പേസ്, അത് ആ ഒരു സംഭവത്തിന് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്, കട്ട് ചെയ്യേണ്ടതുണ്ട്, ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ, വയലൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റുക, ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് കൃത്യമായി അതിനെ സർട്ടിഫൈ ചെയ്യുക എന്നൊരു സംഭവമാണ് സെൻസർ ബോർഡ് എന്ന് പറയുന്ന സമയത്ത്. സ്വാഭാവികമായിട്ടും കുട്ടികൾ, നമുക്കറിയാം പല സിനിമകളും ഈ പറയുന്ന കുട്ടികൾക്ക് കാണാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന അഡൾട്ടിന് വേണ്ടിയിട്ട് മാത്രം മാറ്റുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതെല്ലാം സർട്ടിഫൈ ചെയ്യുന്ന ബോർഡാണ്. അപ്പം ഈ ഒരു സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ഒരു സിനിമയ്ക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു വസ്തുത ഇരിക്കുന്ന ടൈമിൽ നമ്മൾ മാർക്കോ അടക്കമുള്ള സിനിമകളിൽ ഇത് പറയപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്തും ഈ പറയുന്ന ഇത്തരത്തിലുള്ള വയലൻസ് കൂടുതലാണ് എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് അത് വയലൻസ് കൂടുതലാണെന്ന് സെൻസർ ബോർഡിന് തോന്നിയില്ല എന്നൊരു സംഭവമാണ് അതിനകത്ത് ചോദിക്കേണ്ട കാര്യം. ഇത് തന്നെയാണ് ഈ ഒരു കാര്യത്തിലും നടന്നത്. ഇത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റേണ്ടത് അത്രയും ചിന്താഗതിയുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് കാര്യഗൗരവമുള്ള ആൾക്കാരായിരിക്കണം സെൻസർ ബോർഡിൽ ഇരിക്കേണ്ട വ്യക്തികളെന്ന് പറയുന്നത്. അവർക്ക് തോന്നിയില്ലേ എന്നുള്ളത് ഇതിനേക്കാൾ അപാകതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കഴിഞ്ഞിട്ടാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പം ഈ സിനിമ അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും അതിൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചുമ്മാതങ്ങ് ഏതെങ്കിലും ഒരു സിനിമ വരുന്ന സമയത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാതെ വിടുന്നതിലപ്പുറത്തേക്ക് ഇതുപോലെ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ആവുന്നതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ എപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്നൊരു സംഭവമാണ് അതിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുക, ചെയ്യുക എന്നൊരു കാര്യമുണ്ട്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലപ്പുറത്തേക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ലാസ്റ്റിലായാൽ പോലും, ഇത് എനിക്കറിയാവുന്നൊരു കാര്യമാണ്, ഇത് ഫുള്ളൊന്നും കണ്ട ആരും ഇരിക്കാൻ പുള്ള, എന്നാൽ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഇതുവരെയും ഒരാളും ട്രൈ ചെയ്യാത്തൊരു ലെവൽ മേക്കിംഗ് അത് പറഞ്ഞേ പറ്റുള്ളൂ. പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് വേറെ ലെവൽ മേക്കിംഗ് ആണ്. അതിൻ്റെ ഓരോ ഫ്രെയിംസും ആണെന്നാണെങ്കിലും ഹോളിവുഡ് ടൈപ്പ് സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേര് കാണുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അത് കാണാത്തത് കൊണ്ടാണ് ഈ സിനിമയുടെ മേക്കിംഗ് പോലും ഈ പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെയ്തു വെച്ചിരിക്കുന്ന രീതിയെ പോലും അറ്റ്ലീസ്റ്റ് അതുപോലും നല്ലത് പറയാതെ ചിലരിയ്ക്കുന്നതെന്ന് പറയുന്നത്. അത് ഉറപ്പായിട്ടും ഹോളിവുഡിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള അത്രയും വലിയ ഫ്രെയിമും അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി ഫ്രെയിംസും അത്രയും നല്ല ഷോട്ട്സും അത്രയും വലിയ മേക്കിങ്ങും തന്നെയാണ് പൃഥ്വിരാജ്. അത്രയും എടുത്തിരിക്കുന്ന എഫർട്ടിന് സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം അത്രയും ബ്രില്യൻസോട് കൂടി തന്നെയാണ് ആ ഒരു സംഭവത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇനി അതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും
ഇതുപോലൊരു സിനിമ മേക്കിംഗ് മലയാളത്തിൽ സാധ്യമാകും എന്ന് കാണിച്ചൊരു സിനിമ കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടുള്ളൊരു കാര്യമാണ്. പിന്നെ തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിഫിക്കേഷൻസ് ഒക്കെ തോന്നിയൊരു സംഭവം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് മോഹൻലാൽ കേരളത്തിലെ പശ്ചാത്തലത്തിൽ കാണിച്ച സമയത്ത് ആ ഒരു പോർഷൻ അത് ഭയങ്കരമായിട്ട് എനിക്ക് കൊണ്ടൊരു കാര്യമാണ്. അതേ ഒരു ടൈപ്പിലായിരുന്നു നമ്മുടെ ഇവിടുത്തെ കഥ തന്നെ പറഞ്ഞു പോകുമായിരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആവുമായിരുന്നു തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിച്ച് നമ്മളിലേക്ക് എത്തിച്ച ഹൈപ്പ് സംഭവം മോഹൻലാലിൻ്റെ ഈ നേരത്തെ പറഞ്ഞ കണക്ക് അബ്രഹാം ഖുറേഷിയിലേക്കുള്ളൊരു മാറ്റം പ്രതീക്ഷിച്ച് ചെന്നപ്പം നമുക്ക് കിട്ടിയത് മറ്റൊരു കഥയായിപ്പോയി എന്നൊരു സംഭവമാണ്. കുറച്ച് എവിടെയൊക്കെ കിട്ടി അങ്ങനെ ഒരു സംഭവത്തിലേക്ക് മാത്രം എത്തിപ്പോയി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾ ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഈ പറയുന്ന ഒരു വേർഷൻ അല്ലെങ്കിൽ അവരെ കാണിച്ചുകൊണ്ടുള്ളതാണ് നമ്മുടെ പ്രിയദർശിനി എന്നുള്ള രീതിക്കൊക്കെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ ഇന്ദിരാഗാന്ധിനെയാണ് അത് പറഞ്ഞു വെച്ചത്. ചിലപ്പം ഓക്കെ അതായിരിക്കും, പക്ഷേ എനിക്ക് ഓർമ്മ വന്നത് ആ സിനിമ കണ്ട സമയത്ത് ഇന്ദിരാഗാന്ധിനാണ്. കാരണം അവരെപ്പോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി, നമ്മുടെ ഭരണാധികാരി അവർക്ക് ശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡി നമ്മുടെ നാടിനെ എന്തിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളൊരു രാഷ്ട്രീയത്തിലുള്ള ഒരു ലേഡി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു പ്രതിനിധീകരണം പോലാണ് എനിക്ക് തോന്നിപ്പോയെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മേ ബി ഇനി വരാനിരിക്കുന്ന സംഭവം, പക്ഷേ അത് കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും തോന്നിപ്പോയൊരു കാര്യമാണ്, നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റം വരേണ്ട കാര്യങ്ങളുണ്ട്. സ്ത്രീ പ്രാതിനിധ്യങ്ങൾ ഇതുപോലെ ശക്തമായിട്ടുള്ള ഉറച്ച നിലപാടോടുകൂടി ആൾക്കാരുടെയൊക്കെ കടന്നു വരവിൻ്റെ ഒരു സൂചന നൽകുന്ന സമയത്ത് അതിനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൈയോട് സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെയൊക്കെ എന്തുകൊണ്ട് തെറ്റായിട്ടുള്ള ഇതിലൂടെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അതെല്ലാം എന്ന് പറയുന്നത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ചർച്ച ചെയ്യപ്പെടുന്നൊരു കാര്യമാണ്. എന്തായാലും തിങ്കളാഴ്ചയ്ക്ക് ശേഷം മുതൽ എന്തായാലും സെൻസർ ഈ പറഞ്ഞ ബോർഡ് കട്ട് ചെയ്ത് കുറേയധികം ഭാഗങ്ങളൊക്കെ മ്യൂട്ട് ചെയ്ത് അതിനുശേഷം പുതിയൊരു പതിപ്പിലേക്ക് എത്തുന്ന സമയത്ത് ഇതിൻ്റെ മറ്റൊരു വേർഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. കാരണം നമ്മൾ ആദ്യം കണ്ട വേർഷനിൽ നിന്ന് ഒരുപാട് മാറ്റം വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത്. പിന്നെ എനിക്ക് തോന്നിപ്പോയൊരു കാര്യം, മേ ബി ചിലപ്പം ഈ ഒരു ഭാഷയുടെ സംഭവങ്ങൾ പലപ്പോഴും നമ്മൾ തിയേറ്ററിലേക്ക് കയറുന്ന സമയത്ത് ഈ ഓളം തല്ലിക്കുക എന്നൊരു സംഭവം ഉണ്ടല്ലോ ആൾക്കാർക്ക്. അപ്പോൾ പലപ്പോഴും ഗ്രൂപ്പ് കൂടി കാണുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതിൻ്റെ ഇടയിൽ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വിട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മലയാള സിനിമ മൊത്തം ഫുൾ മലയാളം ആയാൽ പോലും ഇപ്പോൾ പോലെ നമുക്ക് ഒരു സെക്കൻഡ് ഓഫ് ടൈമിലത്തെ ഒരു സീൻ നമുക്ക് നഷ്ടമായാൽ പോലും ആ ഒരു കണക്ഷൻ വിട്ടുപോകുന്ന ചില ടൈംസ് ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരു സിനിമയ്ക്ക് അങ്ങനൊരു സംഭവമുണ്ട്. അതായത് ഈ സിനിമയിൽ ഭാഷ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഇംഗ്ലീഷ് വരുന്നുണ്ട്, ഹിന്ദി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അടിയിൽ അതിൻ്റെ മലയാളം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന എത്ര പേര് അതും കൂടി നോക്കാൻ തയ്യാറാവും, അല്ലെങ്കിൽ ഇത് കാണുന്ന സാധാരണ ജനങ്ങൾ ഈ ഇംഗ്ലീഷ് ഹിന്ദി കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർക്കത് മനസ്സിലാവാനുള്ള ചാൻസ് ഇല്ല. അപ്പം അവർ പോലും ഇത് എത്ര ഇട്ട് നോക്കും എന്നൊരു സംഭവം. അപ്പം അതിനകത്തൂടെ കുറേയധികം കഥകൾ ഇതിൽ കണക്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു മേ ബി കുറേ ആൾക്കാർക്ക് അതിൻ്റെ ഒരു ലാഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണോ, ഇങ്ങനൊരു സിനിമ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന തരത്തിലേക്കുള്ള ലെവലിൽ മലയാളികൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതൊരു ഞാൻ ആ പറഞ്ഞ മേക്കിങ്ങിൻ്റെ കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, അതിൻ്റെയും ഒരു പ്രശ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പോയ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേയധികം ഈ പറയുന്ന ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവരിൽ ഈ പറയുന്ന പ്രായമായിട്ടുള്ള അമ്മച്ചിമാരൊക്കെ വന്നിട്ടിരിക്കുന്നത് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിത് ഇതിൻ്റെ താഴത്തെ ക്യാപ്ഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ തർജ്ജിമ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു, ഇതിനെ എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് വേറൊരു സംഭവമാണ്. അവർ നോക്കുന്നത് ഒരുപക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയമോ ബാക്കി കാര്യങ്ങളൊന്നും നോക്കത്തില്ല. അവർ മോഹൻലാലിൻ്റെ അഭിനയം, പൃഥ്വിരാജിൻ്റെ അഭിനയം, അല്ലെങ്കിൽ ഈ പറയുന്ന മഞ്ജു വാര്യരുടെ അഭിനയം, ഇതൊക്കെ മാത്രം നോക്കി കണ്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോയ ആൾക്കാർ അവർ ഓക്കെ ആയിട്ട് തന്നെ പറഞ്ഞു പോകത്തുള്ളൂ. അവർക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിട്ട് മാത്രമേ തോന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ചെകഞ്ഞുകൊണ്ട് മറ്റർത്ഥങ്ങളിലേക്ക് പോകുന്ന സമയത്താണ് ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നത്.